അപ്പോൾ മാത്തമാറ്റിക്കൽ ഫിസിക്സാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, മാത്തമാറ്റിക്കൽ ഫിസിക്സ്. ഇതിൽ പ്രധാനപ്പെട്ട പ്രോബ്ലംസാണ് നമ്മൾ ചെയ്തു പോകുന്നത്. നമുക്ക് നെറ്റ്, സെറ്റ്, ഓക്കെ, HSST തുടങ്ങിയിട്ടുള്ള ഫിസിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റിനൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോബ്ലമാണ്. ഓക്കെ, സോ മാത്തമാറ്റിക്കൽ ഫിസിക്സ്. അപ്പോൾ മാത്തമാറ്റിക്കൽ ഫിസിക്സിൽ ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ പ്രോബ്ലംസാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന മെയിനായിട്ട്. അതിൻ്റെ ഇടയ്ക്ക് ചില കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ പറഞ്ഞു പോവാം. ഓക്കെ, അപ്പോൾ ഒരു റിവിഷൻ എന്ന നിലക്കാണ് ഈ ഒരു വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാ കോൺസ്റ്റൻറ്റ് പി ഫോർ വിച്ച് എ ക്രോസ് ബി ഈക്വൽ ടു സി വേർ എ ഈക്വൽ ടു ഐ പ്ലസ് 2k, ബി ഈക്വൽ ടു ഐ പ്ലസ് പി ഐ മൈനസ് കെ, സി ഈക്വൽ ടു മൈനസ് 2i പ്ലസ് 3j പ്ലസ് കെ. അപ്പോൾ നമുക്കിവിടെ ക്വസ്റ്റ്യൻ ഒരു നെറ്റിനൊക്കെ ഈ ലെവലിൽ ചോദിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില സമയത്ത് സിമ്പിളായിട്ടും വരാറുണ്ട്. ഓക്കെ, അപ്പോൾ ടഫായിട്ടും വരാറുണ്ട്, സിമ്പിളായിട്ടും വരാറുണ്ട്. അപ്പോൾ ഇതൊരു അത്ര ടഫല്ല, ഒരു ആവറേജ് ആണല്ലേ. അപ്പോൾ വെക്റ്റർ പ്രൊഡക്റ്റ് ബേസിക് ആയിട്ടുള്ള +1 +2 നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ +1 +2 പഠിച്ചൊരു കുട്ടിക്കും കൂടി സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലമാണത്. സോ കോൺസ്റ്റൻറ്റ് ഓഫ് പി അല്ലേ, പി നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് എ ക്രോസ് ബി എന്നുള്ളത് സി ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് വെക്റ്റർ എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന ഒരു വെക്റ്ററാണ്. ഓക്കെ, ആ വെക്റ്റർ എന്താണ്, 1i + 2k ആണല്ലേ. അപ്പോൾ നമ്മൾ ഇതിൽ നമുക്ക് പിയുടെ വാല്യൂ കണ്ടുപിടിക്കണം, പിയുടെ വാല്യൂ. അപ്പോൾ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുക, എ ക്രോസ് ബി. ഓക്കെ ആണോ? എ ക്രോസ് ബീൻ്റെ ക്രോസ് പ്രൊഡക്റ്റ് എങ്ങനെ എടുക്കുക, i j k ഇങ്ങനെ എഴുതാമല്ലേ. അപ്പോൾ ഫസ്റ്റ് എ എഴുതാം, എയിലെ കോയിഫിഷ്യൻ്റ് മാത്രം എഴുതാം. ഐൻ്റെ കോയിഫിഷ്യൻ്റ് 1 ആണ്, കെൻ്റെത് 2 ആണ്, ജെ ഉണ്ടോ ഇല്ല 0 ആണ്. ഇനി ബി എഴുതാം അല്ലേ. ബി എന്ന് പറയുന്നത് 1, പിന്നെ നമുക്ക് ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ നമ്മൾ പി ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് അല്ലേ, പി ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് പി അറിയില്ല, പി ആണ് കണ്ടുപിടിക്കേണ്ടത്. ജെയുടെ കമ്പോണൻ്റാണ് പി, കെയുടെ കമ്പോണൻ്റ് -1. എ ക്രോസ് ബി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയിട്ടുള്ള പ്രൊഡക്റ്റ് സി ആണ്. സി എന്ന് പറയുന്നത് -2i + 3j + k. നമ്മൾ ഇക്വേറ്റ് ചെയ്ത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിയുടെ വാല്യൂ കിട്ടും. ഓക്കെ, ഇങ്ങനെ ചെയ്യാം. i × 0 × -1 0 മൈനസ് p × 2 2p. ഇനി നെക്സ്റ്റ് കമ്പോണൻറ്റ്, നമ്മൾ ഈ ഒരു വെക്റ്റർ പ്രൊഡക്റ്റ് എടുക്കുന്ന സമയത്ത് ഇത് മൈനസാണ്. ഇവിടെ നമ്മളത്തെ കമ്പോണൻ്റ് എടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ പ്ലസ് ആണ്. സോറി, ഇത് പ്ലസ് ആണ്, ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഇത് മൈനസാണ്, ഇത് ട്ടോ, ഇത് മൈനസാണ്, ഇത് പ്ലസ് ആണ്. സോ -j × ഓക്കെ, നമ്മളിങ്ങനെ എടുക്കും. ഓക്കെ, 1 × -1 എന്താണ്, -1 -1 × 2 പ്ലസ് k × ഓക്കെ, നമ്മൾ ഇതല്ലാത്ത കെയുടെ റോയും കോളം അല്ലാത്ത രണ്ടെണ്ണം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുക. 1 × p -0. ഓക്കെ, ഇനി ഇത് എന്തിന് ഈക്വലാണെന്ന് തന്നിട്ടുണ്ട്, ഇത് സിക്ക് ഈക്വലാണെന്ന് തന്നിട്ടുണ്ട്. സി ഏതാണ് ഇത്, അപ്പോൾ ഇതിലെ കെ കോയിഫിഷ്യൻറ്റും ഇതിൽ 3 എന്ന് പറയുന്നത് ഇതിലെ ജെയുടെ കോയിഫിഷ്യൻറ്റിനും ഐൻ്റെ കോയിഫിഷ്യൻറ്റ് ഇതിലെ ഐ കോയിഫിഷ്യൻറ്റും ഈക്വലായി കഴിഞ്ഞാൽ ഈ ഒരു ഇക്വാലിറ്റി ഹോൾഡ് ചെയ്യുള്ളൂ. സോ നമുക്കെങ്ങനെ എഴുതാം, -2pi. ഓക്കെ, മൈനസും ഇവിടെ 2 മൈനസ് ഉണ്ടല്ലോ, അപ്പോൾ പ്ലസ് ആവും. മൈനസ് × മൈനസ് എന്താണ്, പ്ലസ് ആണല്ലേ. 3j + pk ഓക്കെ = c എന്ന് കിട്ടും അല്ലേ. നമ്മൾ ജസ്റ്റ് എഴുതാം, എന്തെഴുതാം, ഇതിലെ കോയിഫിഷ്യൻ്റ് തമ്മിൽ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ഐൻ്റെ കോയിഫിഷ്യൻ്റ് സിയുടെ കോയിഫിഷ്യൻ്റ് എന്താണ്, -2 ആണ്. ഇവിടെ എന്താണ്, -2p. -2p = -2 എന്നെഴുതാം അല്ലേ. ഇതിൽ നിന്നല്ലേ കമ്പയർ ചെയ്യുക അല്ലേ. സിയുടെ
ഈ വെക്റ്ററും നമുക്ക് എ ക്രോസ് ചെയ്ത ഈ വെക്റ്ററും തമ്മിൽ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിയുടെ വാല്യൂ കിട്ടും. ഇനി എന്താണ് 3 അല്ലേ, ജെയുടെ കമ്പോണൻറ്റ് 3 ഈക്വൽ ടു 3 ആണ്. അത് നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല. സോ കെയുടെ കമ്പോണൻറ്റ് പി ഈക്വൽ ടു 1 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇത് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പി ഈക്വൽ ടു 1 കിട്ടി. ഇനി ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇത് സോൾവ് ചെയ്താലും നമുക്ക് പി ഈക്വൽ ടു 1 കിട്ടും. ഡയറക്റ്റായിട്ട് നമ്മൾ കെൻ്റെ കോഎഫിഷ്യൻറ്റ് നോക്കി കഴിഞ്ഞാൽ പി ഈക്വൽ ടു 1 ആണെന്ന് കിട്ടി. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് പിയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. സോ 1 ആണ്, പി ഈക്വൽ ടു 1. സോ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഈക്വൽ ടു തന്നിട്ടുണ്ട്. അത് ഒരു ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ട്, എന്തുമായിട്ട് 60 ഡിഗ്രി ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ട് വിത്ത് ആൻ അനദർ വെക്റ്റർ. സോ നമുക്ക് വി ഹാവ് ടു ഫൈൻഡ് എ, കോൺസ്റ്റൻറ്റ് എ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് എ ഡോട്ട് ബി ഈക്വൽ ടു കോസ് തീറ്റ. നമുക്കറിയാം ഒരു വെക്റ്റർ, ആ വെക്റ്ററിൻ്റെ പ്രൊഡക്റ്റ് എടുത്താൽ എ ഡോട്ട് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ബി കോസ് തീറ്റയാണ്. എ എന്ന് പറയുന്നത് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്, ബി എന്ന വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്. അതുപോലെ ക്രോസ് പ്രൊഡക്റ്റ് ആണെങ്കിലോ എ ക്രോസ് ബി, നമ്മൾ ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുന്നു, രണ്ട് പ്രൊഡക്റ്റ് ഉണ്ട് അല്ലേ, ഡോട്ട് പ്രൊഡക്റ്റും ഉണ്ട് ക്രോസ് പ്രൊഡക്റ്റ് ഉണ്ട്. ക്രോസ് പ്രൊഡക്റ്റാണ് എടുക്കുന്നുണ്ടെങ്കിൽ എ ക്രോസ് ബി എന്ന് പറയുന്നത് എ ബി സൈൻ തീറ്റയാണ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയണം ഈ ഒരു പ്രോബ്ലം ചെയ്യാൻ. അപ്പോൾ ഇവിടെ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാം. ക്രോസ് പ്രൊഡക്റ്റ് കുറച്ച് അല്ലേ, ക്രോസ് ആയിട്ട് നമുക്ക് വെക്റ്റർ ആയിട്ട് ചെയ്യണം. എ ഡോട്ട് എന്ന് പറയുമ്പോൾ ജസ്റ്റ് കമ്പോണൻറ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ എ ബി കോസ് തീറ്റ, എ ഡോട്ട് ബി നമ്മൾ എടുക്കുക. എനെ ബിയുമായിട്ട് എങ്ങനെയാണ് ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുക? ഇതിലെ കോഎഫിഷ്യൻ്റ് ഇൻറ്റു ഇതിലെ കോഎഫിഷ്യൻ്റ് 4 ഇൻറ്റു എ. ഓക്കെ, ഐ ഡോട്ട് ഐ എന്ന് പറയുന്നത് ഏതൊരു കമ്പോണൻറ്റും സെയിം കമ്പോണൻറ്റുമായിട്ട് ഡോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 ആണ് കിട്ടുക. സോ നമുക്കത് കൺസിഡർ ചെയ്യേണ്ട, അത് 1 ആയി പോകും. സോ നമുക്ക് കോഎഫിഷ്യൻ്റ് മാത്രം നോക്കിയാൽ മതി. 4 ഇൻറ്റു എ 4a, 1 ഇൻറ്റു -5y -5y, 1 ഇൻറ്റു √5 ഇൻറ്റു √5 എന്താണ്, റൂട്ടല്ല, റൂട്ടിൻ്റെ 5 ആണ് കിട്ടുക. സോ നമുക്കിതിനെ രണ്ടും വെട്ടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് എ ഡോട്ട് ബി എന്ന് പറയുന്നത് 4a കിട്ടും. ഓക്കെ അല്ലേ? ഓക്കെ. സോ നമുക്ക് ഇനി മാഗ്നിറ്റ്യൂഡ് എടുക്കാം. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് എടുക്കാം. മാഗ്നിറ്റ്യൂഡ് എ എന്നുള്ള വെക്റ്റർ എന്ന് പറയുന്നതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ എടുക്കാം? റൂട്ട് ഓഫ് അതിൻ്റെ കോഎഫിഷ്യൻറ്റിൻ്റെ സ്ക്വയർ ആണല്ലേ. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ എന്ന വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ കോഎഫിഷ്യൻറ്റ് എ സ്ക്വയർ പ്ലസ് ഇതിൻ്റെ കോഎഫിഷ്യൻറ്റ് ജെയുടെ കോഎഫിഷ്യൻറ്റ് അതിൻ്റെ സ്ക്വയർ 1 ആണ്. കെയുടെ കോഎഫിഷ്യൻറ്റ് √5ൻ്റെ സ്ക്വയർ 5 ആണ്. സോ നമുക്ക് ഈ ഒരു ഫോമിൽ ഇക്വേഷൻ കിട്ടും. ഇനി ബിയുടെ മാഗ്നിറ്റ്യൂഡ് എടുക്കാം. ബിയുടെ മാഗ്നിറ്റ്യൂഡ് എടുക്കുമ്പോൾ എങ്ങനെ കിട്ടും? റൂട്ട് ഓഫ് എന്താണ് ബി എന്ന് പറയുന്നത് ഇവിടെ 4. അപ്പോൾ 4ൻ്റെ സ്ക്വയർ 16. ഓക്കെ, പ്ലസ് മൈനസ് ആണെങ്കിലും പ്ലസ് ആണെങ്കിലും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട, കാരണം സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആണ്. അപ്പോൾ അതിന് കൺസിഡർ ചെയ്യേണ്ട. 5 ഇൻറ്റു 5 എത്രയാണ്? 25 അല്ലേ, പ്ലസ് 5 അല്ലേ, √5 5 ഇൻറ്റു 1 അല്ലേ, ഇതുമാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് വരിക? 1 ഇൻറ്റു -5, നമ്മളിവിടെ ബിയുടെ മാഗ്നിറ്റ്യൂഡ് എടുക്കുകയല്ല, അപ്പോൾ നമ്മൾ ബീനെ മാത്രം കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ നേരത്തെ ചെയ്തത് തന്നെയാണ് കേട്ടോ ശരി. അപ്പോൾ 5ൻ്റെ സ്ക്വയർ എത്രയാണ്? 25 പ്ലസ് √5 ഇൻറ്റു 5 നമുക്ക് എന്ത് കിട്ടും? സോ നമുക്ക് കിട്ടുന്നത് ഇതൊക്കെ കൂടി പ്ലസ് ചെയ്താൽ √46 കിട്ടും അല്ലേ. ഇനി തീറ്റ എന്നുള്ളത് നമുക്ക് തന്നിട്ടുണ്ട് 60 ഡിഗ്രി. നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ ഈ കിട്ടിയ വാല്യൂ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്താണ് എ ഡോട്ട് ബി? 4a ഈക്വൽ ടു എയുടെ മാഗ്നിറ്റ്യൂഡ് ബിയുടെ മാഗ്നിറ്റ്യൂഡ് എന്താ കിട്ടിയത്? √a² പ്ലസ് 6 ഇൻറ്റു √46 കോസ് 60 ഡിഗ്രി. സോ കോസ് 60 എന്ന് പറയുന്നത് 1/2 ആണ്. ഓക്കെ, അപ്പോൾ സോ നമ്മൾ ഇക്വേറ്റ് ചെയ്തു അല്ലേ. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെ ആയിരിക്കും. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 4a എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി കോസ് അല്ലേ, കോസിൻ്റെ 1/2. 2 ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ 8a,
നമ്മൾ ഇങ്ങനെ കിട്ടും അല്ലേ. നമ്മൾ ജസ്റ്റ് സ്ക്വയർ ചെയ്യുക. ഇതിനെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? ഈ റൂട്ട് പോകും, ഇതിൻ്റെ രണ്ടിൻ്റെ റൂട്ട് പോകും, നമുക്ക് കിട്ടും അല്ലേ. 64a² = 276 അല്ലേ. ഇതിന് നമ്മൾ ഉള്ളോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് രണ്ടിനെ അല്ലേ, നമുക്ക് ഇത് കിട്ടും അല്ലേ. പിന്നെ നമുക്ക് ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം അല്ലേ. അപ്പോൾ നമ്മൾ മൈനസ് ചെയ്ത് നമുക്ക് കിട്ടുന്നത് ഇക്വേഷൻ ഇതാണ്. ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? a² എന്ന് പറയുന്നത് 276 ഡിവൈഡഡ് ബൈ 18. അപ്പോൾ ഇതിനെ വെട്ടി ചെറുതാക്കി കഴിഞ്ഞാൽ നമുക്ക് a = എന്ത് കിട്ടും? √46/3. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ അല്ലേ.